ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഫൊറിയർ സീരീസിലെ പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഫൊറിയർ സീരീസിൻ്റെ ഫോർമുല ആദ്യം എഴുതാം. ഒരു മൈനസ് എൽ പ്ലസ് എല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ, നമുക്ക് ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇങ്ങനെ എഴുതാമെന്നുള്ളതാണ്. എൻ ഈക്വൽ ടു 1 അപ് ടു ഇൻഫിനിറ്റി. അപ്പം മൈനസ് എൽ പ്ലസ് എല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇങ്ങനെ എഴുതാമെന്നുള്ളതാണ്. ഇതിൽ നമ്മൾ എ നോട്ട് എന്നുള്ള ഫംഗ്ഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. എ നോട്ട് എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. എ നോട്ടിന്റെ ഫോർമുല എ നോട്ട് ഈക്വൽ ടു 1 ബൈ എൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് എ നോട്ടിന്റെ ഫോർമുല. എ എന്നിന്റെ ഫോർമുല 1 ബൈ എൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ബി എന്നിന്റെ ഫോർമുല 1 ബൈ എൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. ഇതാണ് എഫ് ഓഫ് എക്സിന്റെ ഫോർമുല. ആദ്യം പറഞ്ഞ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എ നോട്ട് പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 അപ് ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. എ നോട്ടിന്റെ ഫോർമുല ഇതാണ്, എ എന്നിന്റെ ഫോർമുല ഇതാണ്, ബി എന്നിന്റെ ഫോർമുല ഇതാണ്. ഇനി നമ്മൾ ഇത് മൈനസ് പൈ പ്ലസ് പൈയിലാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ എല്ലിന്റെ സ്ഥാനത്ത് പൈ ആയിരിക്കും. ഈ എല്ലിന്റെ സ്ഥാനത്ത് പൈ ആയിരിക്കും. അപ്പൊ പയ്യും പയ്യും കൂടെ പോവും, പയ്യും പയ്യും കൂടെ പോവും. അങ്ങനെ എല്ലായിടത്തും ഇവിടെയും പൈ ആയിരിക്കും, പയ്യും പയ്യും കൂടെ പോവും, ക്യാൻസൽ ചെയ്യും. ഇവിടെയും പൈ ആയിരിക്കും, പയ്യും പയ്യും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഫോർമുല മാറും. ഇനി നമ്മളിവിടെ 25 പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 7 പ്രോബ്ലം ജനറൽ പ്രോബ്ലംസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ മൈനസ് എൽ പ്ലസ് എല്ലിലായിരിക്കും. അത് കഴിഞ്ഞാൽ 8, 9, 10, 11 പ്രോബ്ലംസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലാംഡ ടു ലാംഡ പ്ലസ് 2 പൈയിലായിരിക്കും. ഇതും പീരിയോഡിക് വിത്ത് പീരിയോഡ് 2 പൈ ആണ്. അത് കഴിഞ്ഞാൽ 12 മുതൽ 18 വരെയുള്ള പ്രോബ്ലം ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എ നോട്ടും എ എന്നും 0 ആയിരിക്കും, ബി എൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഓഡ് ഫംഗ്ഷന് എ നോട്ടും എ എന്നും 0 ആയിരിക്കും, ബി എൻ മാത്രം കണ്ടാൽ മതി. എന്നാൽ ഈവൻ ഫംഗ്ഷന് ബി എൻ 0 ആയിരിക്കും, എ നോട്ടും എ എന്നും മാത്രം കണ്ടാൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്നത് 0 ടു എല്ലിൽ ഡിഫൈൻ ചെയ്യുന്നതാണ്. പ്രോബ്ലം 19 to 25 0 ടു എല്ലിൽ ഡിഫൈൻ ചെയ്യുന്ന പ്രോബ്ലമാണ് 0 ടു എൽ. അത് ഹാഫ് റേഞ്ച് സീരീസ് എന്ന് പറയും. അതിൻ്റെ അകത്ത് 0 ടു എല്ലിൽ സൈൻ സീരീസും ഉണ്ട്, കൊസൈൻ സീരീസും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ഇനി നമ്മൾ ഒരു ഫംഗ്ഷൻ ഷോർട്ട് കട്ടിൽ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. ഫോർ എക്സാമ്പിൾ
minus pi 2 plus pi x plus x square sin nx dx. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇടും. എന്നിട്ട് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതും. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് താഴെ എഴുതും 1 പ്ലസ് 2x. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് താഴെ എഴുതും 2. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് താഴെ എഴുതും 0. ഇനി സൈൻ എൻ എക്സ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് താഴെ എഴുതും മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് താഴെ എഴുതും മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് താഴെ എഴുതും മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ക്യൂബ്. അത് കഴിഞ്ഞ് നമ്മളിതിനെ ഇങ്ങനെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇതെങ്ങനെയാണ് ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ ആദ്യം പ്ലസ് ആണ്. അപ്പം എക്സ് പ്ലസ് എക്സ് സ്ക്വയർ, ഈ പ്ലസും ഈ മൈനസും കൂടെ വരുമ്പോൾ മൈനസ് വരും. എക്സ് പ്ലസ് എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ബൈ എൻ. പിന്നെ ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് വരും. പ്ലസ് 1 പ്ലസ് 2x സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ് പ്ലസ് മൈനസ്. അപ്പോൾ മൈനസ് ആണ് വരുന്നത്. മൈനസ് 2 കോസ് എൻ എക്സ് ബൈ എൻ ക്യൂബ്. ഇതിനാണ് നമ്മൾ മൈനസ് പൈ പ്ലസ് പൈയിൽ ലിമിറ്റ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇവിടെ ഈ ഫങ്ഷൻസ് എല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇവിടെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അവസാനം 0 കിട്ടുന്ന ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എക്സ് സ്ക്വയറിനെ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ 2x 2 0. അതുപോലെ തന്നെ പൈ മൈനസ് എക്സിനെയാണെങ്കിൽ ചെയ്യാം. പൈ മൈനസ് എക്സിനെയാണെങ്കിൽ ചെയ്യുമ്പോൾ എന്താ? പൈ മൈനസ് എക്സ്, ദെൻ അടുത്തത് -1, ദെൻ 0. അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങളിത് മനസ്സിലുണ്ടാകണം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുകയാണ്. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 മുതൽ 0 വരെ 0, 0 മുതൽ 1 വരെ 1. ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് -1 മുതൽ +1 വരെയാണ്. അപ്പോൾ 2l ഈക്വൽ ടു 2 ആണ്, l ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല -1 മുതൽ 0 വരെ ആയതുകൊണ്ട് 0, 0 മുതൽ 1 വരെ 1 ആണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ a0 ഈക്വൽ ടു 1 കിട്ടും. ഇതിലേക്ക് ഓരോന്നും വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, ഡൗട്ടുള്ളവർ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ an കാണുക. an കാണുമ്പോൾ -1 to 0 0 ആണ്, 0 to 1 1 ആണ്. കോസ് അതിൻ്റെ an 0. ദെൻ bn കാണുക. bn നമുക്ക് ഇതാണ് കിട്ടുക. bn ചെയ്ത് വരണം. അത് കോസ് എൻ പൈയുടെ വാല്യൂ നിങ്ങൾ ഓർമ്മ വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പവർ n ആയിരിക്കും. സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ അപ്പോൾ ഓരോ പ്രോബ്ലം ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ bn കാണുക, എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്തത് എക്സാമ്പിൾ 2 ആണ്. അത് -2 + 2 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2l എന്ന് പറയുന്നത് -2 മുതൽ +2 വരെയാണ്. 4 ആണ് 2l, l ഈക്വൽ ടു 2 ആണ്. അതിന് നമ്മൾ a0 കാണുക. a0 k ആയിരിക്കും. ദെൻ an കാണുക. ദെൻ bn കാണുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
നമ്മൾ ജസ്റ്റ് ഓരോന്നിനെയും കോൺസെപ്റ്റ് പറയുകയാണ്. ദെൻ തേർഡ് പ്രോബ്ലം, അത് -π ടു +πയിലാണ്. പീരിയോഡിക് വിത്ത് പീരിയഡ് 2π ആണ്. അത് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എ നോട്ട് 0 കിട്ടും, an 0 കിട്ടും, bn കിട്ടും, ഇത് കിട്ടും. ഇത് ഓഡ് ഫംഗ്ഷൻ ഒന്നുമല്ല. ദെൻ അടുത്ത പ്രോബ്ലം x + x² ആണ്, -π +πയിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എ നോട്ട് കിട്ടി, an നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഷോർട്ട് കട്ടിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് എ നോട്ടും an ഷോർട്ട് കട്ടിൽ ചെയ്യണം നിങ്ങൾ. an ഓക്കെ. അടുത്തതും അതേ പ്രോബ്ലം തന്നെയാണ്, വേറൊരു തരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതേ പ്രോബ്ലം തന്നെ x + x² പറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ എ നോട്ടും an കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത പ്രോബ്ലം നമ്പർ 6, അത് സാധാരണ -π ടു +πയിലാണ്. എല്ലിന് പകരം -π ആണെന്നേ ഉള്ളൂ. എക്സാമ്പിൾ നമ്പർ 6. ദെൻ എക്സാമ്പിൾ നമ്പർ 7, അതും -π +πയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും പ്രോബ്ലം ജനറൽ പ്രോബ്ലമാണ്. അതിൽ നിങ്ങൾ എ നോട്ടും an bn കാണണം. ചില സമയത്ത് അതിൽ ചിലതൊക്കെ 0 ആയി പോവും. ഈ 7 വരെയുള്ള പ്രോബ്ലം ജനറൽ പ്രോബ്ലമാണ്. നിങ്ങൾ -l +l ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എ നോട്ടും an bn കണ്ട് നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷനാണ്, പീരിയോഡിക് വിത്ത് പീരിയഡ് 2π. ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ അല്ല. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് λ2 λ + 2πയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. λ2 λ + 2π. അപ്പോൾ 2π പീരിയോഡിക് ആയിരിക്കും. പ്രോബ്ലം 8 മുതൽ 11 വരെ 2π പീരിയോഡിക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫോർമുല എ നോട്ടിൻ്റെ ഫോർമുല ഇത് λ2 λ + 2π ആയിരിക്കും. എ നോട്ടിൻ്റെ ഫോർമുല. എൻ്റെ ഫോർമുല λ2 λ + 2π ആണ്. ബി എൻ്റെ ഫോർമുല λ2 λ + 2π ആണ്. 1/π ആണ് ഇവിടെ എല്ലാം. 1/l സ്ഥാനത്ത് 1/π. ഓക്കെ. അത് 8th പ്രോബ്ലം എന്ന് പറഞ്ഞാൽ -π/2 മുതൽ 3π/2 വരെയാണ്. അപ്പം അതിൻ്റെ ലെങ്ത് 2π ആയിരിക്കും. അത് 8th പ്രോബ്ലം. 9th പ്രോബ്ലം അങ്ങനെ തന്നെയാണ്. 9th പ്രോബ്ലവും ഞാൻ ഓരോ പ്രോബ്ലത്തിൻ്റെയും പറഞ്ഞിരിക്കുകയാണ്. അത് 0 to 2πയിലാണ് 9th പ്രോബ്ലം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ഹാഫ് റേഞ്ച് പ്രോബ്ലം ഒന്നുമല്ല, ഹാഫ് റേഞ്ച് ഫംഗ്ഷൻ അല്ല. അത് നിങ്ങൾ ഓർമ്മ വേണം. 0 to 2π ആണ്. അപ്പോൾ ഇവിടെ λ = 0 മുതൽ 2π വരെയാണ്. അത് ഓർമ്മ വേണം. എക്സാമ്പിൾ നമ്പർ 9. ദെൻ എക്സാമ്പിൾ നമ്പർ 10. 10 0 to 2πയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ലാംഡയുടെ സ്ഥാനത്ത് 0 ആണെന്നോ മാത്രം. പ്രോബ്ലം നമ്പർ 10. അത് നിങ്ങൾ എ നോട്ടും an bn കാണണം. ദെൻ പ്രോബ്ലം നമ്പർ 11. അതും 0 to 2πയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. λ2 λ + 2πയിലാണ്. അവിടെ λ = 0 ആണ്. 11. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഫൊറിയർ സീരീസ് ഓഫ് ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ ആണ്. ഇത് ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ ആണ്. പ്രോബ്ലം നമ്പർ 12 മുതൽ f(x) = x² ആണ്. f(x) = x² ആണ്. അപ്പൊ x² ആകുമ്പോൾ ഇത് എന്ത് ഫംഗ്ഷനാണ്? ഇത് ഈവൺ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ അത് bn കാണണ്ട, bn കാണാൻ പാടില്ല. bn 0 ആയിരിക്കും. f(x) ഇതാണ്, bn 0 ആയിരിക്കും. മാറിപ്പോകരുത്, bn 0 ആയിരിക്കും. ഓക്കെ. എ നോട്ട് ടു an മാത്രമേ കാണാവുള്ളൂ. പിന്നെ പ്രോബ്ലം നമ്പർ 13. f(x) = x ആണ്. അത് ഓഡ് ഫംഗ്ഷൻ ആണ്. f(-x) = f(x) ആണ്. അത് ഓഡ് ഫംഗ്ഷൻ ആണ്. അതിനകത്ത് എ നോട്ടും an കാണണ്ട. bn കണ്ടാൽ മതി. ഇവിടെ bn ആണ്. bn കണ്ടാൽ മതി. അപ്പൊ bn കാണുക. bn മാത്രമേ കാണാവുള്ളൂ. ദെൻ അടുത്ത പ്രോബ്ലം f(x) = x² ആണ്. അത് -π +πയിലാണ്. അതും ഈവൺ ഫംഗ്ഷൻ ആണ്. അതിൻ്റെ അകത്ത് ഈ 3 ഡെഡ്യൂസ് ചെയ്യാനും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡെഡ്യൂസ് ചെയ്യാൻ ചോദിക്കും. ഇത് ഈവൺ ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണണ്ട? നമുക്ക് bn കാണണ്ട. bn 0 ആയിരിക്കും.
ഓക്കെ, അത് നമ്മൾ ഡിഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പ്രോബ്ലം നമ്പർ 15, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സിന്റെ -π ടു +π ഇതാണ് അതിന്റെ കർവ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ കർവ്, ഇതാണ്. ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. എപ്പോഴും y മുകളിലേക്കേ ഉണ്ടാകുന്നുള്ളൂ, ഇത് മുകളിലേക്കാണ്. അതുകൊണ്ട് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണണ്ട? ഇതിൻ്റെ അകത്ത് നമുക്ക് bn കാണണ്ട, a0ഉം an മാത്രം കണ്ടാൽ മതി, a0ഉം an മാത്രം കണ്ടാൽ മതി, bn കാണണ്ട. പ്രോബ്ലം നമ്പർ 15. ഈ പ്രോബ്ലം തന്നെ വേറൊരു തരത്തിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഇത് തന്നെയാണ് പ്രോബ്ലം നമ്പർ 16ഉം. ഇതിൻ്റെയും കർവ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക, ഇതിൻ്റെയും കർവ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക, മുകളിലേക്കാണ്, വി പോലെ ഇരിക്കുകയാണ്. പ്രോബ്ലം നമ്പർ 16ഉം അത് തന്നെയാണ്, അത് നിങ്ങൾ ഓർമ്മ വേണം. ദെൻ പ്രോബ്ലം നമ്പർ 17, എക്സ് സൈൻ എക്സ്. എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, സൈൻ എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ അകത്ത് bn കാണണ്ട, a0ഉം an മാത്രം കണ്ടാൽ മതി, bn കാണണ്ട. ഓക്കെ. ദെൻ പ്രോബ്ലം നമ്പർ 18, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ആണ്. അത് നമുക്ക് -π ടു +πയിലാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, -π ടു +π. അപ്പോൾ അതെന്താ? അത് ഈവൻ ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. സോറി, ഓഡ് ഫംഗ്ഷൻ ആണ്. സോറി, ഓഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് bn മാത്രം കണ്ടാൽ മതി. അപ്പൊ bn കാണുക. ഓക്കെ. ദെൻ പ്രോബ്ലം നമ്പർ 18. അപ്പൊ ഇതിലെല്ലാം നമ്മൾ a0 ഇവിടെയെല്ലാം 1/l എന്ന് പറയുന്നത് എല്ലാം എന്ന് മാറും. 1/l -l to l എന്നുള്ളത് മാറിയിട്ട് 2/l, അതിന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റ് 2/l 0 to l എന്നാവും ഇന്റഗ്രേഷന്റെ ലിമിറ്റ്. a0 an bn കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇതുണ്ടോ, ഇവിടെ നമ്മൾ 2/π ആണ് എടുക്കുന്നത്, 2/π ആണ് ഇവിടെ ഫോർമുലയിലെല്ലാം. പ്രോബ്ലം 18ൽ നമ്മൾ എടുത്തു, 18ൽ 2π ആണ്. അതുപോലെ 17ൽ a0 2/π ആണ്, 0 to πയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ an-ഉം 2/π ആണ്, 0 to πയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. 17, 16. അതുപോലെ തന്നെ പ്രോബ്ലം നമ്പർ 15ൽ നമ്മൾ ചെയ്യുന്നത് 2/π 0 to π ആണ്. അപ്പൊ എല്ലാത്തിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 2/l 0 to l സാധാരണ ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 1/l -l to l ഇവിടെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രോബ്ലം 18 വരെ പറഞ്ഞു, 18 വരെ പറഞ്ഞു. ഇനി പ്രോബ്ലം നമ്പർ 19 ആണ്. അത് ഹാഫ് റേഞ്ച് ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ, തരുന്ന ഫംഗ്ഷൻ എല്ലാം 0 to l തരിക, 0 to l തരിക. അത് ഓർമ്മ വേണം. അതിനെ ഹാഫ് റേഞ്ച് എന്ന് പറയും. ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനകത്ത് സൈൻ സീരീസും കൊസൈൻ സീരീസും കാണണം. അപ്പോൾ ആദ്യം നമ്മൾ സൈൻ സീരീസ് ആണ് കാണേണ്ടത്. സൈൻ സീരീസിൻ്റെ അകത്ത് bn മാത്രം കണ്ടാൽ മതി. bnന്റെ ഫോർമുലയും 2/l 0 to l ആയിരിക്കും. ഫോർമുലയെല്ലാം 2/l 0 to l ആയിരിക്കും. a0 an bn എല്ലാം ഫോർമുല. ഇവിടെ നമ്മൾ സൈൻ സീരീസ് ആകുമ്പോൾ കാണുമ്പോൾ bn ആണ് കാണുക ആദ്യം, സൈൻ സീരീസിന് bn. ദെൻ അതുപോലെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ സൈൻ സീരീസ് കാണാൻ, സൈൻ സീരീസ് നമ്മൾ കാണുന്നുണ്ട്. ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ആദ്യം നമ്മൾ കണ്ടത് സൈൻ സീരീസ് ആണ്. സൈൻ സീരീസിന് നമ്മൾ കണ്ടത് സൈൻ സീരീസ്, ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആകുമ്പോൾ bn കണ്ടു. ഇനി നമ്മൾ അതിൻ്റെ കൊസൈൻ സീരീസ് ആണ് കാണുന്നത്. കൊസൈൻ സീരീസ് ആകുമ്പോൾ a0ഉം an കാണണം. കൊസൈൻ സീരീസ് ഫോർമുല 2/l 0 to l ആയിരിക്കും. അപ്പൊ ഈ ഹാഫ് റേഞ്ചിന് നിങ്ങളോട് ഒന്നുകിൽ കൊസൈൻ സീരീസ് കാണാൻ പറയും, അല്ലെങ്കിൽ സൈൻ സീരീസ് കാണാൻ പറയും. ഓക്കെ. ദെൻ അടുത്ത പ്രോബ്ലത്തിൽ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ആണ്. 0 to 2ലാണ് ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ a0ഉം an മാത്രം കണ്ടാൽ മതി. a0ഉം an മാത്രം കാണുക. പ്രോബ്ലം നമ്പർ 20ക്ക്.
അത് ഇൻ്റഗ്രേഷൻ നമ്മൾ ഷോർട്ട് കട്ടിലാണ് ചെയ്യുന്നത്. ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സൈൻ സീരീസ് ആണെങ്കിൽ നിങ്ങൾക്ക് A0 AN കാണണ്ട, BN മാത്രം കണ്ടാൽ മതി. എക്സാമ്പിൾ നമ്പർ 20. ദെൻ എക്സാമ്പിൾ നമ്പർ 21 സൈൻ സീരീസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം BN മാത്രം കണ്ടാൽ മതി, BN മാത്രം കണ്ടാൽ മതി. BN 2/L 0 to L ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഷോർട്ട് കട്ടിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ ഫംഗ്ഷൻ 22 എന്ന് പറയുന്നത് അതിൻ്റെ സൈൻ സീരീസും കൊസൈൻ സീരീസും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആൻഡ് കൊസൈൻ സീരീസ്. അപ്പോൾ ആദ്യം നമ്മൾ സൈൻ സീരീസ് കാണും. അപ്പോൾ BN മാത്രം കാണുക. BN കാണുക. BN ആണ് സൈൻ സീരീസ് കാണാനുമ്പോൾ BN കാണുക. അത് 2/L 0 to π ആയിരിക്കും. എന്നിട്ട് ഫംഗ്ഷൻ എഴുതുക. അത് കഴിഞ്ഞ് അതിൻ്റെ കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ A0 AN കാണണം. 2/π ആയിരിക്കും രണ്ടിലും. ഹാഫ് റേഞ്ച് എന്ന് പറയുന്നത് 0 to L ഡിഫൈൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ 0 to π. അപ്പോൾ അതിന് 0 to L അല്ലെങ്കിൽ 0 to π അല്ലെങ്കിൽ 0 to 2L അതായിരിക്കും ഹാഫ് റേഞ്ച്. ഹാഫ് റേഞ്ച് 0 എന്ന് തുടങ്ങുക, ഹാഫ് റേഞ്ച് എന്ന് പറയുന്നുണ്ടാവും. അതിന് സൈൻ സീരീസും കൊസൈൻ സീരീസും ഉണ്ടാവും. ഓക്കെ. ഇവിടെ നമ്മൾ 23 f(x) = π - x ഇതാണ്. അതും 0 to π ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസും കൊസൈൻ സീരീസും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈൻ സീരീസിനാവുമ്പോൾ നമ്മൾ ആദ്യം ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്, അതിൻ്റെ BN കാണുക. അത് കഴിഞ്ഞ് കൊസൈൻ സീരീസ് കാണുമ്പോൾ A0 AN കാണുക. നിങ്ങളോട് രണ്ട് സീരീസും കാണാൻ ചിലപ്പോൾ ചോദിക്കില്ല, ഒരു സീരീസേ കാണാൻ ചോദിക്കുള്ളൂ. കൊസൈൻ സീരീസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ A0 AN കാണുക. സൈൻ സീരീസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ BN കാണുക. എന്നിട്ട് f(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഒബ്റ്റെയിൻ ദ ഫൊറിയർ സൈൻ സീരീസ്. f(x) = c കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അപ്പം സൈൻ സീരീസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണേണ്ടത് BN മാത്രം കണ്ടാൽ മതി. BN. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ BN കാണുക. അത് കഴിഞ്ഞ് f(x) = cos x ആണ്. അതിൻ്റെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം BN കാണുക. ചിലപ്പോൾ ഇതിന് സൈൻ സീരീസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊസൈൻ സീരീസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ A0 AN കാണുക. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ 2/L 0 to L കാണിക്കും. ഇവിടെ L സ്ഥാനത്ത് π ആണെന്ന് മാത്രം. അപ്പം നമ്മൾ 25 പ്രോബ്ലം ചെയ്തു. ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ളത് ജനറൽ പ്രോബ്ലം -π to -L + L ആദ്യത്തെ 7 പ്രോബ്ലം. ആദ്യത്തെ 7 പ്രോബ്ലം -L + L നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള 8 മുതൽ 11 വരെയുള്ളത് λ2 λ + 2π ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 8 മുതൽ 11 വരെ. അത് കഴിഞ്ഞ് 12 മുതൽ 18 വരെ ഒന്നുകിൽ ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ BN കാണണ്ട, BN 0 ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ A0 AN 0 ആയിരിക്കും. ദെൻ പ്രോബ്ലം 19 to 25 അത് ഹാഫ് റേഞ്ച് ആയിരിക്കും. അതിന് കൊസൈൻ സീരീസ് കാണാനും പറയും, ചിലപ്പോൾ സൈൻ സീരീസ് കാണാനും പറയും. ഹാഫ് റേഞ്ച് സീരീസ് ആണ് അതൊക്കെ. ഓക്കെ. ഇങ്ങനെ 25 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുക. ഓക്കെ. ഇത് നമ്മൾ ടൈലേഴ്സ് സീരീസ് ആണ് കാണേണ്ടത്. ടൈലേഴ്സ് സീരീസ് f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലേഴ്സ് സീരീസ് എബൌട്ട് x0 ആണ്. x0 എന്ന് പറയുന്ന ടൈലേഴ്സ് സീരീസ്. അതിൻ്റെ ഫോർമുല ഇതാണ്. f(x) = x0 f(x0) plus f'(x0) into x minus x0. Then f2'(x0) by factorial 2 into x minus x0 square. ഇങ്ങനെ പോവും. അടുത്തത് എന്തായിരിക്കും? അടുത്തത് f3'(x0) divided by factorial 3 into x minus x0 cube. അപ്പോൾ ഒരു x0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ x0-നെല്ലാം 0 കൊടുത്താൽ, x0-നെല്ലാം 0 കൊടുത്താൽ അത് മക്ലോറൻ സീരീസ് ആവും. ഇതാണ് മക്ലോറൻ സീരീസ്. f0 f'0 into x, f2'0 into x square by factorial 2 and so on.
ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണ്ടേ, മെക്ലോറൻ സീരീസും ടെയ്ലേഴ്സ് സീരീസും. മെക്ലോറൻ സീരീസ് എന്ന് പറയുന്നത് എക്സ് നോട്ടിന്റെ വാല്യൂ 0 ആയിരിക്കും. മെക്ലോറൻ സീരീസിന്റെ എക്സ് നോട്ടിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഈ എക്സ് മൈനസ് എക്സ് നോട്ട് എന്നുള്ളത് എക്സ് നോട്ട് 0 ആയി പോകും. എല്ലാ എക്സ് നോട്ടും 0 ആയി പോകും. അതാണ് വ്യത്യാസം. ഓരോ പ്രോബ്ലം നമുക്ക് ഇവിടെ ഇതാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. അപ്പൊ നിങ്ങൾ ആദ്യം കാണേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് നോട്ട് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ കാണേണ്ടത് എഫ് ഓഫ് എക്സ് കാണുക, എഫ് ഡാഷ് എക്സ് കാണുക, ദെൻ എഫ് 3' കാണുക, എന്നിട്ട് എഫ് ഓഫ് എക്സിന് എഫ് ഓഫ് 2 കാണുക, എഫ് ഡാഷ് 2 കാണുക, എഫ് 3' കാണുക, എന്നിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മെക്ലോറൻ സീരീസിന്റെ ഫോർമുലയിൽ ടെയ്ലേഴ്സ് സീരീസിന്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാണ് എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. എഫ് ഓഫ് 2 1/2 ആണ്. മാറിപ്പോരുത്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 1/2 ആണ്. ദെൻ എഫ് ഡാഷ് 2 എന്ന് പറഞ്ഞാൽ -1/2² ആണ്. into x minus 2, then f 3'2 by factorial 3, അത് മൈനസ് f 2'2 by factorial 2, അത് 1/2³ ആണ്. നമ്മൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഓരോ നമുക്ക് ചെയ്ത് നോക്കാം. അതാണ്. ഇനി എക്സ് നോട്ട് ഈക്വൽ ഈ 2ന് പകരം 1 തരാം, 0 ആണെങ്കിൽ മെക്ലോറൻ സീരീസ് ആയി. 2ന് പകരം ഏത് വാല്യൂസും തരാം. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 0, ടെയ്ലേഴ്സ് സീരീസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞാൽ മെക്ലോറൻ സീരീസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം F0, F'0, F2'0 അവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കോസ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ കോസ് 0 കാണുക, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് എഫ് ഓഫ് എക്സ് കാണുക, എഫ് ഡാഷ് എക്സ് കാണുക, എഫ് 2'x കാണുക. അതിലൊക്കെ എക്സിന് പകരം 0 ഇടുമ്പോൾ കിട്ടും. ഓക്കെ, അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുകയാണ്. ഇനി ഇ പവർ എക്സ് ആണ്, അത് മെക്ലോറൻ സീരീസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇ പവർ എക്സ്, ദെൻ ലോഗ് 1+x ആണ് ചെയ്യേണ്ടത്. അപ്പം എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ലോഗ് 1+0, ദാറ്റ് ഇസ് ലോഗ് 1, അത് 0 ആയിരിക്കും. പിന്നെ എഫ് ഡാഷ് എക്സ് 1/x ആണ്. ലോഗ് 1+xന്റെ ഡെറിവേറ്റീവ് 1/1+x ആണ്. അതിന് ചെയ്യാം നമുക്ക്. ദെൻ മെക്ലോറൻ സീരീസ് ഓഫ് 1/1+x, അതാണ് അടുത്ത പ്രോബ്ലം, മെക്ലോറൻ സീരീസ്. ദെൻ സൈൻ എക്സിന്റെ എക്സ്പാൻഷൻ, ആദ്യം നമ്മൾ കോസ് എക്സിന്റെ ചെയ്തു. സൈൻ എക്സിന്റെ എക്സ്പാൻഷൻ എബൌട്ട് 0 ആണ്. മെക്ലോറൻ സീരീസ് ആണ് സൈൻ എക്സിന്റെ മെക്ലോറൻ സീരീസ്. പിന്നെ ബൈനോമിയൽ സീരീസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സ്പാൻഷൻ ബൈനോമിയൽ സീരീസ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 + x⁻m എടുക്കണം. അതാണ് എഫ് ഓഫ് എക്സ്. ഇതുണ്ട് എഫ് ഓഫ് എക്സ്, അതാണ്. പിന്നെ എഫ് ഡാഷ് എക്സ് കാണണം. പിന്നെ അതിൻ്റെ എഫ് ഓഫ് 0 കണ്ടു, എഫ് ഡാഷ് 0. പിന്നെ എഫ് 2'x കാണണം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എല്ലാം 0 ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ എഫ് ഓഫ് എക്സ് 1 + x⁻m എന്ന് പറയുന്ന ബൈനോമിയൽ സീരീസിൻ്റെ എക്സ്പാൻഷൻ കിട്ടും. അതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, ദെൻ ടാൻ ഇൻവേഴ്സ് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എടുക്കുക. അതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ഷോർട്ട് കട്ടിലാണ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പവർ സീരീസ് ആണ്. ഈ പവർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് ഇതാണ് ഒരു പവർ സീരീസ് ആണിത്. ഈ പവർ സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത്, എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുന്നതെന്നാണ്. ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുമ്പോൾ ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്.
റോ ഈക്വൽ ടു ലിമിറ്റ് UN+1/UN. അതാണ് കാണേണ്ടത് റോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് റോ എന്ന് പറയുന്നത് റോ ഈക്വൽ ടു മോഡ് എക്സ് ആണ് ആദ്യത്തെ പ്രോബ്ലത്തിൽ കിട്ടുന്നത് റോ. അപ്പോൾ ഈ റോ ലെസ് ദാൻ എക്സ് ആണെങ്കിൽ കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. മോഡ് എക്സ് ലെസ് ദാൻ 1ൽ കൺവേർജ് ചെയ്യും, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ ഡൈവേർജ് ചെയ്യും. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് -1 + 1ലായിരിക്കും. ഓക്കെ, അതിൻ്റെ കൺവേർജൻസ്. രണ്ടാമത്തെ കൺവേർജൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ കൺവേർജൻസ്. മൂന്നാമത്തെ ഇതാണ് പ്രോബ്ലം. നമ്മൾ അങ്ങനെ 3, ഒരു പ്രോബ്ലം കൂടി ഉള്ളൂ, നാലാമത്തെ പ്രോബ്ലം. ഇത്രയും പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യുക. ഓക്കെ.